കഴിഞ്ഞ ദിവസം ബസ് മറിഞ്ഞ ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലെ മാടവന ജംഗ്ഷനിലൂടെയുള്ള സ്ഥിരം വാഹനയാത്രക്കാർ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല. ബസിന്റെ അമിത വേഗമാണ് അപകടത്തിന് ഒരു കാരണമായി യാത്രക്കാർ പറയുന്നത്. അതോടൊപ്പം സിഗ്നലിംഗ് സംവിധാനത്തിന്റെ അപാകതയും യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാടവന ജംഗ്ഷനിലെ സിഗ്നലിംഗിൽ ടൈമർ സംവിധാനമില്ല. അതായത് പച്ച സിഗ്നലിൽ നിന്നും ചുവപ്പിലേക്ക് മാറാൻ എത്ര സമയം വേണമെന്ന് അറിയാൻ വാഹനയാത്രക്കാർക്ക് വഴിയില്ല. കൗണ്ട് ഡൗൺ ഇല്ല. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഗ്രീൻ സിഗ്നൽ ആയിട്ട് നിൽക്കുന്ന സമയം നമ്മൾ അവിടുന്ന് വരുമ്പോൾ എപ്പോഴാണ് റെഡ് സിഗ്നൽ വീഴുന്നതെന്ന് അറിയത്തില്ല. ഒരു ഭയത്തോടെയാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത്. റോഡിന്റെ അശാസ്ത്രീയമായ കിടപ്പും പ്രശ്നമുണ്ടാക്കുന്നതായി സമീപത്തെ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും സിഗ്നൽ വീണു. റെഡ് ആയപ്പോഴത്തേക്കും വണ്ടി ചവിട്ടിയപ്പോഴത്തേക്കും അങ്ങനെ തന്നെ തെന്നി പോസ്റ്റ് പോയി ഇടിച്ച് നേരെ മറിഞ്ഞ് വീഴുകയുണ്ടായി. വഴിയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈൻ സംവിധാനവും ഇല്ല. ട്രാഫിക്കിന്റെ ഒരു ഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടെങ്കിലും മറുഭാഗത്തു നിന്ന് ഫുട് ഓവർ ബ്രിഡ്ജിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപകടത്തെ തുടർന്ന് തകർന്ന ട്രാഫിക് സിഗ്നലിംഗ് സംവിധാനം പുനഃസ്ഥാപിച്ചിട്ടില്ല. പോലീസാണിപ്പോൾ ട്രാഫിക് നിയന്ത്രിക്കുന്നത്. അതിനിടെ അപകടത്തിൽപ്പെട്ട ബസിന്റെ ഡ്രൈവർ പാൽപ്പാണ്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അപകടത്തെ തുടർന്ന് വാരിയലിൽ പൊട്ടിയ പാൽപ്പാണ്ടി ഇപ്പോൾ ചികിത്സയിലാണ്. അതിനിടെ അപകടത്തിൽ മരിച്ച ബൈക്ക് യാത്രികൻ ജിജോ സെബാസ്റ്റ്യന്റെ സംസ്കാരം ചൊവ്വാഴ്ച ജന്മനാട്ടിൽ നടക്കും. മൃതദേഹം ജിജോ സെബാസ്റ്റ്യൻ ജോലി ചെയ്തിരുന്ന ജയലക്ഷ്മി സിൽക്സിൽ പൊതുദർശനത്തിന് വെച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.